നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോണർ ബാൻഡ് 5 എന്ന പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ ചെറിയ രീതിയിലുള്ളൊരു റിവ്യൂമാണ്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് മൊബൈൽ ഫോൺ മാത്രം പോരാ, ഇത്തരം കുറച്ചുകൂടി ഐറ്റംസിൻ്റെ ഒക്കെ അൺബോക്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ തീരുമാനിച്ചു. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായി. പിന്നെ ഇത് കിട്ടിയപ്പോൾ തന്നെ ഇതിൻ്റെ ബോക്സ് അത്യാവശ്യം ഡാമേജ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ കാണിച്ചു തരുന്നില്ല. ഇനി ഈ ഒരു ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ചു തരാം. ലാർജ് LED സ്ക്രീൻ എന്ന് കൊടുത്തിട്ടുണ്ട്, സ്റ്റൈലിഷ് വാച്ച് ഫേസസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൾട്ടി സ്പോട്ട് ഫങ്ഷണൽ എഴുതിയിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് നോട്ടിഫിക്കേഷൻസ്, കോളും മെസ്സേജിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ് ടു 14 ഡേയ്സ് പെർ ബാറ്ററി ചാർജ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് 2 ആഴ്ചത്തോളം സമയം നമുക്ക് ചാർജ് നിൽക്കും എന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റ് ആണെന്ന് താഴെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് മാനുഫാക്ചറിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ, പിന്നെ സീരിയൽ നമ്പർ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ബോക്സിനകത്ത് ഇതിൻ്റെ വാറണ്ടി പേപ്പേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതൊരു യൂസർ മാനുവലാണ്. നമുക്കിത് അറബിക്കിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടം പോലെ വായിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഇത് വാറണ്ടി കാർഡ് വരുന്നുണ്ട്. സാധാരണ ഹോണർ ബാൻഡുകളെല്ലാതും 1 ഇയറാണ് നമുക്ക് വാറണ്ടി കിട്ടുക. 1 വർഷത്തേക്ക് കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റീപ്ലേസ്മെൻ്റ് ആയി കിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബോക്സിനകത്ത് കിട്ടുന്ന സാധനം എന്ന് പറയുന്നത്. പിന്നെ ഇത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചാർജിങ് ഡോക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ തൊട്ട് മുൻപ് ഇറങ്ങിയിട്ടുള്ള ഹോണർ ബാൻഡ് 4ഉമായിട്ട് സെയിം ഒരു ചാർജിങ് ഡോക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ബാൻഡ് നമ്മൾ അഴിച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൈക്രോ USB ചാർജിങ് പോർട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മൈക്രോ USB ചാർജിങ് കേബിളും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതിൻ്റെ ആംപെയർ കാര്യങ്ങൾ, പിന്നെ എത്ര വാട്ടാണ്, പിന്നെ ഈ ഒരു ഹുവാവേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ആക്സറീസാണ്, അത് വാറണ്ടി പേപ്പേഴ്സ്, യൂസർ മാനുവൽ, ചാർജിങ് ഡോക്ക്, അതുപോലെ ഒരു ചാർജിങ് കേബിൾ. ഇത്രയും ആക്സറീസാണ് നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഹോണർ ബാൻഡ് 5 എന്ന് പറയുന്ന മോഡൽ. എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു LED ഡിസ്പ്ലേ ആണ്. നല്ലൊരു ടച്ച് റെസ്പോൺസ് ഉണ്ട്. ഒരു ഹാങ്ങോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, നല്ല വെയിലത്തായാലും, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ഔട്ട്ഡോറിലാണ്, പുറത്ത് വെച്ചാണ് വീഡിയോ എടുക്കുന്നത്, എന്നിട്ടും നല്ല രീതിയിലുള്ളൊരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതായത് മ്യൂസിക്, SMS, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ മ്യൂസിക് ഇതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഫോണിനകത്ത് പാട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാൻഡിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മ്യൂസിക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വർക്കൗട്ട് കാര്യങ്ങൾ, പിന്നെ SMS നമുക്ക് SMS വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ അത് റീഡ് ചെയ്യാനും അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. SMS മാത്രമല്ല, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മുതലായുള്ള വാട്സപ്പ് പോലുള്ള എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഇനേബിൾ ആക്കി കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ഹോണർ ബാൻഡ് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു രൂപം എന്ന് പറയുന്നത്. ഇതിന് മെയിലെന്നോ ഫീമെയിലെന്നോ ഒന്നും പറയുന്നില്ല, ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു യൂണിസെക്ഷ്വൽ പ്രോഡക്റ്റാണിത്. ഇതിനകത്ത് വർക്കൗട്ട് മോഡിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എത്ര ദൂരം നടന്നു, എത്ര കാലോറി കുറച്ചു, നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ എത്ര നേരം ഉറങ്ങി, സ്ലീപ്പ് മോഡ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തുള്ള ഓക്സിജൻ്റെ ഒരു സെറ്റപ്പാണ്. അതായത് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് കൊറോണ സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ പലരും ഓക്സിമീറ്ററുകളെ ആശ്രയിക്കാറുണ്ട്. നമുക്കിതിൽ തന്നെ നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ഓക്സിമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ ബാൻഡുകൾക്കും അതും കിട്ടുന്ന കാര്യം തന്നെയാണ് അത്. പക്ഷേ എന്നാലും കമ്പനി പറയുന്നത് ഇത് ഒരിക്കലും ഒരു മെഡിക്കൽ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്കറിയാൻ സാധിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ആക്യുറേറ്റ് ആയിട്ട് തന്നെ ഓക്സിമീറ്ററും കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹാർട്ട് റേറ്റ് ഒരു മെഷീനും മെഷർമെൻറ്റും നമുക്ക് ഇതിനകത്ത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് നിമിഷവും നമ്മുടെ ഹാർട്ട് റേറ്റ് ഫുൾ ടൈമായിട്ട് അതിനകത്ത് റീഡ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഹോണർ ബാൻഡ് 5 എന്ന് പറയുന്നത്. കമ്പനി പറയുന്ന പോലെ തന്നെ 2 ആഴ്ചത്തോളം സമയം നമുക്ക് നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് വാച്ച് ഫേസസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോഴും ഇതിനകത്ത് നമ്മുടെ ഫോട്ടോസ് കസ്റ്റമായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു ചെറിയൊരു നെഗറ്റീവ് പോലെ നമുക്ക് പറയാം. എന്നാലും ബാക്കി വാച്ച് ഫേസസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരുപാട് വാച്ച് ഫേസസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യം, നമുക്കിത് പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. ഹോണർ ബാൻഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ബാൻഡിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഒരു ഇൻ്റർഫേസാണ് ഓപ്പൺ ആയി വരിക. ഹെൽത്ത് എന്നാണ്, ഹുവായി ഹെൽത്ത് എന്നാണ് അതിൻ്റെ പേര്. അപ്പം നമുക്ക് ഈ ഒരു ബാൻഡ് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. ആ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ്, നമ്മൾ ഈ ഒരു ബാൻഡിനകത്ത് കാണുന്ന ആ സെയിം ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് കാണാൻ സാധിക്കും.
ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യുന്ന വർക്കൗട്ട് മോഡ്, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ നമ്മൾ എത്ര ദൂരം നടന്നു, എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര കാലറി കുറച്ചു, അതുപോലെ നമ്മൾ എത്ര സമയം ഇടവിട്ടാണ് വെള്ളം കുടിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് ബാൻഡിനകത്തും 2128 സ്റ്റെപ്പാണ് ഇന്ന് നടന്നത്. അതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ആപ്ലിക്കേഷനകത്തും നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ പലരും ഇപ്പോഴും ഇത്തരം ഫിറ്റ്നസ് ബാൻഡുകളൊക്കെ ഉപയോഗിക്കുന്നത് വെറുതെ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമയം നോക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരം ഫിറ്റ്നസ് ബാൻഡുകളൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഇത്തരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് തരത്തിൽ എക്സസൈസും കാര്യങ്ങളും നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതനുസരിച്ച് ഓരോ സമയത്ത് അലാറം അടിക്കും, നമുക്ക് വെള്ളം കുടിക്കേണ്ട സമയം നമുക്ക് മാറ്റി വയ്ക്കാം. ഇത്തരം ബാൻഡുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരുടെ കയ്യിലും ഇത്തരം ഒരു ഫിറ്റ്നസ് ബാൻഡ് വാങ്ങിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോൾ ഈ ഒരു ഹുവായി ബാൻഡ് മാത്രമല്ല, മറ്റ് MI ബാൻഡ് ആയിക്കോട്ടെ, റിയൽമി ബാൻഡ് ആയിക്കോട്ടെ, ഓപ്പോ ബാൻഡ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ബാൻഡുകൾ പുറത്തിറക്കുന്നുണ്ട്. ഒരു 3000 രൂപയ്ക്ക് താഴെ, 2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ബാൻഡുകൾ നമുക്ക് കിട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, നമുക്ക് ഇത്ര ഗോളുകൾ സെറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു ബാൻഡാണ് ഹോണർ ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും.